സാവൻദുർഗ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. സാവൻദുർഗ സ്റ്റേറ്റ് ഫോറസ്റ്റിന്റെ മെയിൻ എൻട്രൻസ്. പാറക്കല്ല് പോയിട്ട് ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കയറുമ്പോൾ 5 പേരുണ്ടായിരുന്നു, പിന്നെ കയറി ഇവിടെ എത്തുമ്പോൾ 3 പേരായി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ്. എൻ്റെ പേര് അബി. പറ. അപ്പോൾ നമ്മൾ രണ്ടുപേരും പോകുന്നത് എവിടേക്കാണ്? നമ്മൾ ഫസ്റ്റ് പോകുന്നത് സാവൻദുർഗ, അത് കഴിഞ്ഞിട്ട് മഞ്ചനപ്പള്ളി ഡാം. ഇന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടല്ലേ, എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ റൈഡ് അങ്ങനെ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുമിച്ചാണ് പോകുന്നത്. എൻ്റെ കൂടെ ഒരു ചെക്കന് ഇരിപ്പുണ്ട് ബാക്കിൽ, പിന്നെ അതല്ലാതെ വേറെ 3 ബൈക്കും ഉണ്ട്. ആരാണ് എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ഒന്നിച്ച് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താനായിട്ട്. സാവൻദുർഗ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മഞ്ചനപ്പള്ളിയും പോകും. പിന്നെ ചിലപ്പം വാട്ടർഫോൾസിലൊന്നും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. അതൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട്. ഈ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നുണ്ട്. മഞ്ചനപ്പള്ളി ഡാമും പിന്നെ വാട്ടർഫോൾസും അതെല്ലാം കൂടി. അപ്പോൾ സാവൻദുർഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മോണോലിത്ത് കുന്നിൻ്റെ മുകളിലുള്ള പാതയാണ് ഈ സാവൻദുർഗ ട്രക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താനായിട്ട്. സാവൻദുർഗ സംസ്ഥാന വനമേഖലയിലാണ് ഈ ഒരു ട്രക്കിംഗ് സ്ഥിതി ചെയ്യുന്നത്. ടോപ്പ് വ്യൂ വരെ നിങ്ങൾ ട്രക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് മാഗടി, മഞ്ചനപ്പള്ളി, തിപ്പക്കൊണ്ടള്ളി റിസർവയർ, അഗ്രാവതി നദി, ഇതെല്ലാം നമുക്ക് ടോപ്പ് വ്യൂവിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. മെയിൻലി ഈ സ്ഥലം ഫേമസ് ആയിരിക്കുന്നത് നല്ല കിടിലം കയറ്റത്തിനും നല്ല അടിപൊളി കാഴ്ചകൾക്കുമാണ് കേട്ടോ. എന്തായാലും അവിടെ എത്തുമ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരും. എന്തായാലും നല്ല പീക്ക് ട്രക്കിംഗ് ആണെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഞാൻ മെയിൻലി പറഞ്ഞത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നാണ് 60 കിലോമീറ്റർ. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 54 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഞാൻ എടുക്കുന്ന റൂട്ട് ഏതാ ചോദിച്ചാൽ ജാലാലി ക്രോസിലൂടെ തുംകൂർ നൈസ് റോഡ്, അവിടുന്ന് മാഗടി റോഡ് എത്തും. മാഗടി റോഡിൽ നിന്ന് ഡയറക്റ്റ് സാവൻദുർഗ ഹിൽസ്. ആ റൂട്ട് കൂടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ. പോകുന്ന റൂട്ടൊക്കെ നല്ല കിടിലൻ റോഡാണ്. നല്ല അടിപൊളി കാഴ്ച നിറഞ്ഞ റോഡ്സ് ആണ് കേട്ടോ. കുറച്ച് ക്രോസ് വിൻസ് ഉണ്ട്, അത് ഒഴിവാക്കിയാൽ റൈഡ് സെറ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ പോകുന്ന റോഡ് മാത്രം കാണിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പം നമുക്ക് ഡയറക്റ്റ് സാവൻദുർഗ സ്റ്റേറ്റ് ഫോറസ്റ്റിൻ്റെ റോഡിലോട്ട് എത്താം. അപ്പോൾ ഇതാണ് കേട്ടോ സാവൻദുർഗ സ്റ്റേറ്റ് ഫോറസ്റ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ മെയിൻ എൻട്രൻസ് കൂടിയാണ് നമ്മൾ ട്രക്കിംഗ് സ്പോട്ടിലോട്ട് എത്തുക. ഈ സാവൻദുർഗ സ്റ്റേറ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള റോഡ്സ് ഒക്കെ നല്ല കിടിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പോകുന്ന റോഡ്സ് കൊള്ളാം, പിന്നെ സെറ്റ് സീനറിയാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാരണം റോഡൊക്കെ നല്ല കിടിലനാണ്. പിന്നെ അധികം ടെമ്പറേച്ചറും ഇല്ല, മരങ്ങൾ കൂടി നിൽക്കുന്ന കാരണമായിരിക്കാം. ചൂടൊന്നും ഇല്ലാത്ത നല്ല കിടിലം കാറ്റും എല്ലാം ഉള്ള ഒരു റോഡാണ് കേട്ടോ പോകുന്ന റോഡ്. നല്ല കിടിലം വളവും കയറ്റവും ഇറക്കവും എല്ലാം ഉള്ള ഒരു റോഡാണ് കേട്ടോ. ഏതൊരു റൈഡർ വന്നാലും ഇഷ്ടപ്പെടും ഈ റോഡ്. സോ ഗൈസ്, നമ്മളങ്ങനെ മെയിൻ പ്ലേസ് എത്താനായി. ഈ കാണുന്ന വലിയൊരു കല്ലാണ് നമ്മൾ ട്രക്ക് ചെയ്ത് കയറേണ്ടത്. സോ അങ്ങനെ ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ വന്നിട്ട് ഡയറക്റ്റ് ട്രക്കിംഗ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ട്രക്കിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെയാണ് നമ്മൾ മേലോട്ട് കയറേണ്ടത്. ആ കാണുന്ന മേലെ വരെ നമ്മൾ എത്തണം. സോ ഗൈസ്, ഞാനും എൻ്റെ വേറൊരു 4 കൂട്ടുകാരും കൂടി ആട്ടോ ട്രക്കിംഗ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ട്രക്കിംഗ് സ്പോട്ടിലോട്ട് കയറാം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതുപോലത്തെ കല്ല് കൂടെയാണ് ഫുൾ ട്രക്കിംഗ് ഉള്ളത്. ഇതുപോലെ കല്ല് ഇങ്ങനെ ചവിട്ടിയാണ് പോകേണ്ടത്. ആക്ച്വലി ചെരുപ്പില്ലാതെ ട്രക്കിംഗ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ് എന്ന് തോന്നുന്നു. എന്താ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും. പക്ഷെ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഉറപ്പാണ് സ്ലിപ്പ് ആവും. ഇപ്പം ഭാഗ്യത്തിന് മഴയൊന്നുമില്ല, പക്ഷെ നല്ല വെതറാണ് കേട്ടോ. നല്ല ടെമ്പറേച്ചറിൽ നല്ല വെതറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സാവൻദുർഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സാവൻദുർഗ ശരിക്കും പറഞ്ഞാൽ 2 കുന്നുകളായിട്ടാണ് ഡിവൈഡ് ആയിരിക്കുന്നത്. കരിഗുഡയും ബില്ലിഗുഡയും. കരിഗുഡ എന്ന് പറഞ്ഞാൽ കറുത്ത കുന്നും, ബില്ലിഗുഡ എന്ന് പറഞ്ഞാൽ വെളുത്ത കുന്നുമാണ് കേട്ടോ. അപ്പോൾ ഈ കരിഗുഡയും ബില്ലിഗുഡയും ചേരുമ്പോഴാണ് ഈ സാവൻദുർഗ ഹിൽസ് ഉണ്ടാകുന്നത്. സോ ദ മെയിൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കെമ്പഗൌഡ തുടങ്ങി മാഗടി രാജാക്കളുടെ മെയിൻ കോട്ടയായിരുന്നു ഈ സാവൻദുർഗ. മുന്നേ ഇതിനെ സാവിന ദുർഗ എന്നായിരുന്നു അറിയപ്പെട്ടത്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ മരണത്തിന്റെ കോട്ട എന്ന് പറയും. അപ്പൊ മരണത്തിന്റെ കോട്ട എന്ന് വിളിക്കാനുള്ള മെയിൻ റീസൺ ഇത് കണ്ടില്ലേ, കുത്തനുള്ള കയറ്റവും ഒടുക്കത്തെ ഡിഫൻസ് സ്ട്രക്ചർ കാരണമാണ് കേട്ടോ. ചില ആൾക്കാർ പറയുന്നത് ഇത് 80 ഡിഗ്രി ക്ലൈംബ് ആണെന്നൊക്കെയാണ്. പക്ഷെ 80 ഡിഗ്രി ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് കയറുമ്പം, കാരണം നല്ല കിടിലം കയറ്റാണ്. ഇതൊന്ന് സ്ലിപ്പായാൽ താഴെ വീഴും, പിന്നെ പൊടി പോലും കിട്ടില്ല. സോ ഗൈസ്, നമ്മളങ്ങനെ കയറി ഒരു 1/4 ഓഫ് ട്രക്കിംഗ് കഴിഞ്ഞു. ഈ 1/4 തന്നെ ആക്ച്വലി എല്ലാവരുടെയും കാറ്റ് പോയി. നല്ലോണം കിതയ്ക്കുന്നുണ്ട് എല്ലാവരും. നടന്ന് ഉപ്പാടിളകി
എൻ്റെ പൊന്നു ഞാൻ മുന്നോട്ട് കാണിച്ചാ ഒരുത്തൻ കണ്ട അവിടെ. അപ്പൊ സാവന്തുർഗയുടെ അടിയിൽ 2 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഒന്ന് സാവന്തി വീരഭദ്രസ്വാമി ക്ഷേത്രവും പിന്നെ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. കർണാടകയിൽ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്ന് ഇവിടെ തൊഴുകാറുണ്ട്. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അമ്പലങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ നടന്നൊരു പോയിന്റ് വരെ എത്തി. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ആക്ച്വലി രാവിലെ ഒരു 5 മണിയുടെ മുന്നൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും. പിന്നെ ക്ലൗഡ്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. അതായത് ഇങ്ങനെ പറയത്തില്ലേ, സീ ഓഫ് ക്ലൗഡ്സ്, വി ക്യാൻ സീ സൺ ത്രൂ സീ ഓഫ് ക്ലൗഡ്സ്, അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു വ്യൂ ആയിരിക്കും കേട്ടോ. നമ്മൾ രാവിലെ ഒരു 5 മണിയുടെ മുന്നേ നമ്മൾ ട്രക്കിംഗ് ചെയ്ത് മെയിൻ വ്യൂ പോയിന്റിലെത്തിയാൽ അതുപോലെ നമ്മൾ നന്ദി ഹിൽസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കിടിലം വ്യൂ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പക്ഷേ നന്ദി ഹിൽസിൽ അങ്ങനെ നമ്മുടെ അടുത്ത് വന്നൊന്നും ക്ലൗഡ്സ് നിൽക്കില്ല. പക്ഷേ ഇവിടെ അടുത്ത് വന്ന് ക്ലൗഡ്സ് നിൽക്കുന്നതാണ് ആൾക്കാർ പറയുന്നത്. അറിയത്തില്ല, ഞാൻ ഇതിന് വന്നിട്ടില്ല ഇത്രയും നേരത്തെ. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വിസിറ്റിംഗ്. അടുത്ത ആഴ്ച വരികയാണെങ്കിൽ അതുപോലത്തെ ഒരു സമയത്ത് ഇറങ്ങാൻ നോക്കാം. എന്നിട്ട് അതുപോലത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ നടക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പല ആൾക്കാരും കാണാതെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ താഴോട്ട് വീണിട്ട് ഇതിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് അവിടെ താഴെയുള്ള ഒരു സ്വാമി പറഞ്ഞതാണ്. താഴെ സ്വാമി പറഞ്ഞത് എന്താ വെച്ചാൽ, ഏതോ ഒരു UP ഒരാൾ ഇവിടെ മേലെ വരെ ട്രക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നിൽക്കാൻ പോയതാണ്. അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് സ്ലിപ്പായിട്ട് താഴോട്ട് വീണതാണ്. ഫോറസ്റ്റ് ആൾക്കാരും പോലീസും ഫയർഫോഴ്സും എല്ലാം വന്ന് നോക്കിയിട്ട് പോലും അയാളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഈ ഒരു ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും സേഫ് അല്ല. സോ നിങ്ങൾ മാക്സിമം ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ എന്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റിയോടെ ഒക്കെ എടുക്കാൻ നോക്കുക. വലിയ രീതിയിലൊന്നും ചാടി കയറി എവിടെയും നിൽക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതുപോലത്തെ കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് മതി ഈ ഫോട്ടോ എടുക്കലല്ല. അപ്പോൾ നമ്മൾ നടന്ന് ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അത് കാണാനായിട്ട്. നിങ്ങൾക്ക് താഴോട്ടുള്ള ഫുൾ ബാംഗ്ലൂരിൻ്റെ വ്യൂ കാണാൻ പറ്റും. ആക്ച്വലി ബാംഗ്ലൂർ അല്ല, മാഗഡീൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. സോ ഗൈസ്, ഇവിടുന്ന് നിൽക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മാഗഡി റോഡ് കാണാൻ പറ്റും. ആ താഴെ കാണുന്ന വെള്ളം പോലത്തതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ മഞ്ചമല്ല ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. സോ ഗൈസ്, അടുത്ത നമ്മൾ പോകുമ്പോഴാണ് എനിക്ക് ഈ ട്രക്കിങ്ങിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടിലോട്ട്, അതായത് ഈ പാറക്കല്ല് കൂടെ ട്രക്കിംഗ് ചെയ്യാൻ. ഈ പാറയിൽ കൂടെ ട്രക്കിംഗ് ചെയ്യാൻ അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ കല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ. അതുപോലത്തെ വലിയ പാറയിൽ കൂടെയായിരുന്നു നമ്മൾ ട്രക്കിംഗ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വലിയ ചാലഞ്ചിങ് അല്ലായിരുന്നെങ്കിലും ഈ ട്രക്കിംഗ് കൊള്ളായിരുന്നു. ഈ പാറയിൽ കൂടെ മൊത്തം വലിയ കല്ലുകൾ നിറഞ്ഞൊരു ട്രക്കിംഗ് ആയത് കാരണം ഓരോ സ്റ്റെപ്പ് ഞാൻ സൂക്ഷിച്ചായിരുന്നു നടന്നത്. അപ്പം നിങ്ങൾ ഇതിലൂടെ വരുമ്പോഴും അതുപോലെ തന്നെ നടക്കണം. മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ട്രക്കിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് കൂടെ. അത് കഴിഞ്ഞിട്ട് ഫുൾ നിരന്ന പാറക്കല്ലായിരുന്നു. ആ പാറയിൽ കൂടെയാണ് നമ്മൾ മേലോട്ട് നടക്കേണ്ടത്. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു. നീ എന്താ മേലെ കയറിയിരിക്കുന്നത്? ಯಾಕೋ ನನ್ನ ಹೆಸರು ಯಾಕೆ ಹೇಳ್ತಿದ್ಯಾ? അതും കിട്ടി. ಆಯ್ತು ಹೋಗು. ಅಣ್ಣ ഇവിടെ. അപ്പോൾ നിങ്ങൾ പുലർച്ചെ ഒരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മണിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 5 മണിക്ക് വീട്ടിൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും ക്ലൗഡ്സ്. അങ്ങനത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് സൺറൈസും കാണാൻ പറ്റും. സോ അതുപോലത്തെ ഒരു സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ അതുപോലത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പീക്ക് ക്ലൈംബിങ് കേട്ടോ. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, ഏറ്റവും പീക്കായിട്ടുള്ള ക്ലൈംബിങ്. ഗൂഗിളിൽ ഇത് പറയുന്നത് ഓൾമോസ്റ്റ് 80 ഡിഗ്രി ഉണ്ടെന്നാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഈസി ആയിട്ട് മോഡറേറ്റ് ആയിട്ടാണ് തോന്നിയത്. മൊത്തത്തിലുള്ള ഓവറോൾ ക്ലൈംബിങ് എനിക്ക് ഭയങ്കര ഈസി മോഡറേറ്റ് ആയിട്ട് തന്നെ തോന്നി. എന്നാലും കയറുമ്പോൾ ചെറിയ അതിൻ്റെതായ ഒരു കഷ്ടപ്പാടുണ്ട്. എന്നാലും നിങ്ങൾ ഈ ട്രക്കിംഗ് വളരെ എൻജോയ് ചെയ്യും. കാരണം ഈ ട്രക്കിങ്ങിന്റെ സറൗണ്ടിങ്ങും പിന്നെ ഈ പ്ലേസിന്റെ വ്യൂസും എല്ലാം കൂടി അടിപൊളി എൻജോയിങ് ആണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കും. ബാക്കിൽ നിന്ന് എന്റെ കൂട്ടുകാരെ വിളിച്ച് എന്നെ ഫുൾ സ്റ്റോപ്പ് അടുപ്പിക്കുകയായിരുന്നു. മൊത്തത്തിൽ നമ്മൾ കയറുമ്പോൾ 5 പേരുണ്ടായിരുന്നു. പിന്നെ കയറി ഇവിടെ എത്തിയപ്പോൾ 3 പേരായി. കാരണം അവർ കുറച്ച് ക്ഷീണിച്ചായിരുന്നു. സോ അവിടെ ഇരുന്നു. അതിലൊരുത്തിന് തലചുറ്റലും വന്നായിരുന്നു. അപ്പൊ അങ്ങനെ അവർ 2 പേരും ഒന്നിച്ച് അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ 3 പേര് മാത്രം ഒന്ന് ട്രക്കിംഗ് ചെയ്ത് മേലെ വരെ, അത്യാവശ്യം നമ്മൾ മേലെ വരെ കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കയറും. കാരണം കാലാവസ്ഥയും ചെറുതായിട്ടൊന്ന് മഴ വരുന്ന പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കയറുന്ന ചെറിയൊരു പീക്ക് മാത്രമാണ്. ഇതിനെക്കാട്ടും കുറച്ചുകൂടി പീക്കും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രക്കിങ്ങിലോട്ടാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ഓൾമോസ്റ്റ് എത്തിയടാ. എങ്ങനെയുണ്ടായിരുന്നാ ഉപ്പി? ഇതാണ് ഏറ്റവും കുത്തനുള്ള കയറ്റം.
ഇത് എത്ര ഡിഗ്രി ആയിരിക്കടാ? 80 ആണോ? ഇതോ? ആ. ബാ 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 ബാ. എന്ത് എക്സ്പ്രഷൻ ആടാ, വീഡിയോയിൽ വന്നില്ല, കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അതിനെക്കാട്ടും പീക്കായിട്ടുള്ള ക്ലൈമ്പിങ്. ഇത് കണ്ടോ, ഭയങ്കര കുത്തനായിട്ടുള്ള കയറ്റാണ്. അപ്പോൾ ആൾക്കാർ വളരെ പതുക്കെയാണ് ഇറങ്ങുന്നതും വളരെ പതുക്കെയാണ് കയറുന്നതും. കാരണം ഭയങ്കര പീക്കാണ്, ഡേഞ്ചറസും ആണ്. ഒന്ന് സ്ലിപ്പായാൽ ചിലപ്പോൾ നമ്മൾ ഉരുണ്ട് താഴോട്ട് വീഴും. നമുക്കെല്ലാവർക്കും കയറുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കയറാന്നുള്ള രീതി തന്നെ നമ്മൾ ഫുള്ള് മേലെ വരെ കയറാൻ നോക്കണ്ട. ഇറങ്ങുമ്പോഴൊക്കെ എല്ലാവരും ഇരുന്നിരുന്നാണ് ഇറങ്ങുന്നത്. കാരണം ചെറിയൊരു ഡേഞ്ചറസ് ആണ് ഈ ഒരു പാർട്ട് ഓഫ് ട്രക്കിങ്. പക്ഷെ നമ്മൾ അവസാനം മേലെ വരെ കയറി. അത് കഴിഞ്ഞിട്ട് മേലത്തെ വ്യൂ ഒന്ന് കാണിച്ചാൽ ഇത് കണ്ടോ. സോ ഇതാണ് മേലത്തെ വ്യൂ. ഇതാണ് ക്ലൗഡ്സ് ഒക്കെ കണക്കുന്ന കണ്ടോ. ഇത് ക്ലൗഡ്സിനൊക്കെ കാണാൻ എന്താ അടിപൊളിയാണെന്ന് അറിയാം. ഇവിടെ നിൽക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ മഞ്ചനവല്ലി ഡാം എന്ന് ഒഴുകി വരുന്ന വെള്ളം. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ഫൈനലി 90% ഓഫ് ട്രക്കിംഗ് തീർത്തു. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് മേലോട്ട് പോകാമെന്ന് വിചാരിക്കുകയായിരുന്നു. മേലൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ബാക്കി ഇതിനെ പറ്റിയൊക്കെ കുറച്ച് പറഞ്ഞുതരാം. നോക്കടാ ക്ലൗഡ്സ് എങ്ങനെ നിൽക്കുന്നത്. ഓ സെറ്റ്. എടാ അങ്ങനെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ. എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈങ് ആണല്ലേ? ഓക്കെ, come here and please enjoy this valuable asset in Bengaluru. ഓക്കെ. That's all. കണ്ടോ വ്യൂ കണ്ടോ? ഈ ക്ലൗഡ്സിലെ വ്യൂ കണ്ടോ? സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു വിമാനം കൂടി ഇല്ല ഗൈസ്, എന്ത് ചെയ്യാനാ? അതെ ഗൈസ്, ആദ്യം കയറി കയറുമ്പം 5 പേര്, ഒരു പോയിന്റ് എത്തിയപ്പം 4 പേര്, ഇപ്പം 3 പേര്. അടുത്ത ആരും ഇരിക്കാൻ പോകുന്നത്? ഞാൻ സീനല്ല give up ഒന്നും. എന്നാ വാ കട്ട് മാറ്റി ഇവിടെ അടുത്തത് കണ്ട ഇതിന്റെ ഷേപ്പ് വേണ്ട. അങ്ങനല്ലടാ, ഓടാ ഇവൻ വേറെ മീന്. ഞാൻ മലയാള ഷേപ്പാ കാണിച്ചത്. നോക്കണോ ഇപ്പൊ ക്ലൗഡ്സ് ഉണ്ടോ? സെറ്റല്ല? ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇവിടെ ട്രക്കിംഗ് കഴിഞ്ഞു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അവരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഇതിന്റെ ഹിസ്റ്ററി എന്തെന്നാടാ? ഇത് ശരിക്കും 2 ഹിൽസാണ്. ഒന്ന് ബില്ലി ഗുഡ്. ആ, പിന്നെ ഇവിടെ എന്തോ ഫോർട്ട് ഓഫ് ഡെത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലേ? ഒക്കെ ഉണ്ടായിരുന്നു. 7 കിലോമീറ്റർ അല്ലാതെ 8 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. അതും കുത്തന ട്രക്കിംഗ് ആണ്. അതന്നെ, അത് മെയിനായിട്ട് പറയണം. ജീൻസ് ഇടരുത്, ഇതുപോലത്തെ കാഷ്വൽ ഷൂസ് ഇടരുത്, ബൂട്ട്സ് ഇടരുത്. ട്രക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ വല്ല റബ്ബർ ആയിട്ടുള്ള ഷൂസ് ഉണ്ടെങ്കിൽ അത് ഇടുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ചനവല്ലി പോവാണ്. ഓക്കെ, നമ്മൾ കുറച്ചൊക്കെ അവിടെ മിണ്ടിയും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങിയപ്പോഴാണ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഡ്രിസിലിംഗ് വന്നത്, അതായത് മഴച്ചാറാൻ തുടങ്ങിയത്. പിന്നെ പതുക്കെ പതുക്കെ താഴെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്ലോഗ് എൻഡ് ചെയ്തു. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ ഷെയറിങ്ങിലൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. സോ മെയിൻലി നിങ്ങളൊന്ന് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുക, എത്തിക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. സോ നമുക്ക് ഇനി അടുത്ത വ്ളോഗ് കാണാം. ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സ്ഥലങ്ങളും കറങ്ങും. സോ നമ്മൾ വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ റൈഡ് പോകാറുണ്ട്. സോ നമുക്ക് അതിൻ്റെയൊക്കെ വ്ളോഗ് എടുക്കാം. പിന്നെ അതല്ലാതെ വേറെയും കുറേ ടൈപ്പ് ഓഫ് വ്ളോഗ്സ് വരും. ഫുഡ്, പിന്നെ റിവ്യൂ ടൈപ്പ്, അല്ലെങ്കിൽ ബൈക്സിനെ പറ്റി, അല്ലെങ്കിൽ ബൈക്കിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി. സോ ഗൈസ്, എല്ലാത്തിലും സ്റ്റേ ട്യൂൺഡ്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ.